ഇന്ന് പുലർച്ചെ ഈ ഒറോസ ഹോട്ടലില് വലിയ ഒരു തീപിടുത്തമുണ്ടായി. തിരുവനന്തപുരത്തിനടുത്ത അഴീക്കോടാണ് സംഭവം നടന്നത്. അവിടുത്തെ ജീവനക്കാരായിരുന്ന 2 വനിതകൾക്കും ചായ കുടിക്കാനായി എത്തിയ ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. പുലർച്ചെ ചായ ഇടുന്നതിനു വേണ്ടി അവിടുത്തെ ജോലിക്കാരായ സ്റ്റാഫുകളായിട്ടുള്ള സ്ത്രീകൾ ഗ്യാസ് അടുപ്പിൽ തീ കത്തിക്കുമ്പോഴായിരുന്നു ആ സ്പാർക്ക് വന്നതും വലിയ സ്ഫോടനത്തോടെ ഈ കട പൊട്ടിത്തെറിച്ചതും. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: നമ്മള് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഞാൻ നെടുമങ്ങാട് ആശുപത്രിയിൽ പോയി അവിടുന്ന് ആംബുലൻസ് കയറ്റി അവർ മെഡിക്കൽ കോളേജിലാക്കി. 2 ആംബുലൻസിലായിട്ട് പോയി. ഈ സ്ത്രീകൾക്ക് ബോധം ഉണ്ടായിരുന്നോ? നിങ്ങൾ ബോധമൊക്കെ ഉണ്ടായിരുന്നു. ബോധം ഉണ്ടായിരുന്നു. 3 പേർക്കും ബോധം ഉണ്ടായിരുന്നു. വേദന കൊണ്ട് പൊള്ളയായിരുന്നു. അതെ, വേദന ഉണ്ട്. ആംബുലൻസ് ഭയങ്കര നല്ല. അവരുടെ ഉറ്റവരുടെയൊക്കെ എവിടെയാണ് ഈ 2 സ്ത്രീകൾ? ഒരാള് പാലോട് എല്ലാവരും പാലോട് എത്തിയിട്ടുണ്ട്. അവരുടെ വീട് എവിടെയാണെന്ന് അറിയോ? ഒരാളെ പേര് രാജി, ഒരാളെ പേര് സിമീന്ന്. ഇപ്പൊ എല്ലാരും ഇപ്പൊ ഉണ്ട്. ഒരു നജീബ് അവരെ അവിടെ നിന്ന് കിംസിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? ഹോസ്പിറ്റലിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. 85% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. നവാസാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു ഇത് 85% പൊള്ളലുണ്ട്. അതിന്റെ കൂടെ അപകടത്തിന് കാരണം നാട്ടുകാരിൽ നിന്ന് മനസ്സിലായത് ഈ ഹോട്ടൽ ഒറോസ മുൻപ് ഒരു മൊബൈൽ ഷോപ്പായിരുന്നു. നമുക്കറിയാം, മൊബൈൽ ഷോപ്പ് ആയിരിക്കുമ്പോൾ AC ഒക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് എയർ ടൈറ്റായിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ദയവായി ശ്രദ്ധിക്കുക, ഗ്യാസ് സിലിണ്ടർ അടുപ്പ് ഉപയോഗിക്കാതിരിക്കുക. ലീക്ക് നേരത്തെ ഉണ്ടായിരുന്നു പറയുന്നു. പ്രത്യേകിച്ച് അറിയില്ല. എങ്കിലും ഇത് പെട്ടെന്ന് തീ കത്തിച്ചപ്പോ കത്തിക്ക് പെട്ടെന്ന് തീ എങ്ങനെ മുറിച്ച് പടഞ്ഞു അങ്ങനെ തെറിച്ച് പോവുകയും ചെയ്തു. മൊത്തത്തില് 2 പേര് മാത്രം, സ്റ്റാഫുകൾ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്ന് തുടങ്ങി ചായ ഇടാൻ വേണ്ടി ആദ്യമായിട്ട് കത്തിച്ച് വെഞ്ചായക്ക് വെള്ളം വെച്ചിട്ട് കത്തിച്ചതായിട്ടൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു. ഒരു ഗ്യാസ് സിലിണ്ടർ കൂടാതെ വേറെ ഉണ്ടായിരുന്നോ? ഗ്യാസ് ഇന്നലെ ഗ്യാസ് തുറന്നിരുന്നു. ഇപ്പൊ രാവിലെ ഒരു 7:30 ആയപ്പോ കട തുറന്നപ്പോ അത് പെട്ടെന്ന് തീ കത്തിക്കാനും ആളി പടരുകയാണ് ചെയ്തത്. ആളി പടർന്ന് ഗ്യാസ്. ഈ ഹോട്ടലിന്റെ ജീവനക്കാരായ 2 വനിതകൾ തീ കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവിടെ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നുവെന്ന് വന്ന ഓട്ടോ ഡ്രൈവർ പറഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവര് ഗ്യാസ് എന്തോ ലീക്കായിരിക്കുകയായിരുന്നു. അപ്പൊ 2 ജോലിക്കാരുണ്ടായിരുന്നുള്ളൂ. മുതലാളി എത്തിയില്ലായിരുന്നു. 2 സ്ത്രീകളായിരുന്നു. അവര് നാത്തൂനാണ്. ഇവരൊന്ന് കട തുറന്ന് ഗ്യാസ് കത്തിക്കാൻ നേരത്താണ് ഈ ഗ്യാസ് ലീക്കായി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഈ ഗ്ലാസും ചില്ലുമെല്ലാം അപ്പോൾ തന്നെ വെളിയിലോട്ട് വരികയും ഏകദേശം 80% പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇമ്പാക്ട് അങ്ങ് അത് നേരെ തിരിച്ച് റോഡിന്റെ മറുസൈഡിൽ വരെ പോയി. അത്ര ഇമ്പാക്ട് ആയിരുന്നു. അപ്പൊ ഇവിടെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. എന്നാലും 2 പേരുടെ നിലയും 3 പേരുടെ നിലയും ഗുരുതര സീരിയസ് ആണ്. ഒരാള് സാധാരണ അവരെ ഭർത്താവൊക്കെ മരിച്ചു. അവര് ഒരു ചെറിയ രീതിയിൽ കച്ചവടം നടത്തി ജീവിക്കാൻ വേണ്ടി മാത്രം. 2 സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ 2 പേരും പാലോട് നിന്ന് വരുന്നവരാണ്. ഒരാളൊന്ന് ആദ്യമായിട്ട് ചാർജ് എടുത്തതേ ഉള്ളൂ. അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റൊന്ന് പറയാനും പറ്റില്ല. ചായക്കട ഇത് നവാസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം ചായ പിടിക്കാൻ വേണ്ടി ചെന്ന് കയറിയപ്പോഴാണ് ചായ കത്തിക്കുന്നതും ചായ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറവായിരുന്നു. ഞായറാഴ്ച ആണ്ടെന്ന് സൺഡേ അവധി ആണ്ടെന്ന് കുറവായിരുന്നു. പക്ഷെ ഇല്ലാതെ വലിയ അപകടം ഉണ്ടായിരുന്നു. കാര്യം ഈ നേഴ്സ് കുട്ടികളൊക്കെ വന്നപ്പോൾ നേഴ്സുകളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ നിരന്ന് ഇവിടെയാണ് നിൽക്കുന്നത്. വലിയ ശബ്ദം കിട്ടും. ഭയങ്കരമായ ശബ്ദം. ബോംബ് വീഴുമ്പോൾ പൊട്ടിൽ വന്നു ഇങ്ങനെ ഒന്നുമില്ല അതിനകത്ത്. ഗ്യാസ് വന്ന് ഇങ്ങനെ മൊത്തം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഗ്ലാസ് കവേർഡ് ആയിരുന്നു. കവറിംഗ് ആയിരുന്നു. ഇത് കമ്പനി കവറിംഗ് ആയിരുന്നു. കമ്പനി ഇതിന്റെ വേറെ ഒരു മൊബൈൽ കടയായിരുന്നു. നേരത്തെ മൊബൈൽ കടയായിരുന്നു.
നേരത്തെ ഒരു മൊബൈൽ കടയായിരുന്നു. അപ്പൊ ക്ലാസ് മാറ്റാതിരിക്കാൻ വേണ്ടി ഇപ്പൊ പൊളിക്കുന്ന പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി അവർ പിന്നെ ഇളക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം എക്സോസ്റ്റും ഇല്ല. ഒന്നുമില്ല. അപ്പൊ ഈ ഗ്യാസ് തലേദിവസം നിറഞ്ഞു നിൽക്കായിരുന്നു. ഇത് ഓരോ തീപ്പെട്ട് കത്തിക്കാനും ചക്കന് അങ്ങ് മൊത്തത്തിൽ അങ്ങ് തീ പടർന്ന് വെയിലിട്ട് വരികയാണ്. ഇതിൽ തെറിച്ച് അവിടെ പോയി ഈ കിടക്കുന്ന എല്ലാം അതിന്റെ അവസ്ഥകളാണ് കിടക്കുന്നത്. ഭയങ്കര ഒരു സൗണ്ടാണ് കേട്ടത്. ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. 85% പൊള്ളലേറ്റെന്നാണ് ഡോക്ടർ പറയണത്. 85% പൊള്ളലേറ്റ്. ഒരാളിനെ കുപ്പിച്ചില്ലൊക്കെ പുറത്ത് കയറിയതുകൊണ്ട് ഈ ഓട്ടോ ഡ്രൈവർ ചാവടിക്കാൻ വന്ന ആളാണ്. അത് അദ്ദേഹത്തിന് ഇവിടെ ഉള്ള ഹൈക്കോടതി ജംഗ്ഷനിലുള്ള അയാളെ കിംസിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഓട്ടോ ഡ്രൈവറുടെ വീട് എവിടെയാണ്? ആ വീട്ടുകാർ സംഭവം അറിഞ്ഞില്ല. അവരും ടീമാണോ? ഒന്നുമില്ല. പാവപ്പെട്ട രണ്ട് സ്ത്രീകളും ഒരു രണ്ടുപേരും നാട്ടിൽ. ഈ ഷോപ്പിന് ഇൻഷുറൻസ് ഉള്ളതായിട്ട് അറിയോ? അതില്ല. അങ്ങ് ഇങ്ങോട്ട് വിളിച്ച് വിഷമിപ്പിക്കാം. ഞാൻ അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് വരണ്ടാന്ന്. പുള്ളിക്ക് ആ ഒരു വിഷമത്തിൽ നിൽക്കല്ലേ. നസീറാക്കേണ്ട ഉടൻ ആ പുള്ളിയാണ് ഈ കടയുടെ ഉടൻ. ഇതിനകത്ത് അത് അപ്പുറത്തെ മെയിൻ റോഡിൽ ഇപ്പൊ റോഡ് പണി കാരണം ആ കട മാറിയപ്പോഴത്തേക്ക് താൽക്കാലമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത കടയാണ്. ചെറിയ ചായക്കടയായിട്ട് നടത്തുന്നത്. രണ്ട് സ്റ്റാഫുകളുണ്ട്. ഗുണമുള്ള കടയാണ്. ഈ വന്ന് വലിയൊരു സാമ്പത്തിക ബാധ്യത പുള്ളി എങ്ങനെ റിക്കവർ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരും വാടകയ്ക്കാണ്. അവരും വാടകയ്ക്ക് കിടക്കുന്നവരാണ്. ഈ കടയില് ആ സമയത്ത് ആളൊന്നും അധികം ഇല്ലാത്തത് അല്ലേ? ഈ പുള്ളിയാണ് നവാസ് കഴുത്തിലൂടെ ഒരു ചെറിയൊരു കീറലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷൻ ആവാൻ സാധ്യത എന്ന് പറഞ്ഞാണ് കിംസിൽ അവിടെ ഗ്യാസ് എന്തായാലും ഇവിടെ നിന്ന് ആൾക്കാരുടെ ഈ സംഭവം കണ്ട ആൾക്കാരുടെ വർത്തമാനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ എയർ ടൈറ്റായ ഗ്ലാസ് ഇട്ട ഒരു ഹോട്ടൽ റൂമിൽ തലേ ദിവസം ഗ്യാസ് വച്ചിട്ട് പോകുന്നു. എങ്ങനെയോ അത് ലീക്കായി പിറ്റേന്ന് രാവിലെ വന്ന് ഇതുപോലെ കത്തിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായത്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടില്ല. പകരം ആ ഒരു ഗ്ലാസ് റൂമിൽ നിന്ന് വൻ അഗ്നി, ഒരു സ്ഫോടനം പോലെ പുറത്തേക്ക് വരികയാണ്. അത് ആ പരിസരത്ത് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് തീ കത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പകരം അവിടെ നിന്ന 3 പേർക്കും നല്ല രീതിയിൽ പൊള്ളലേറ്റു. ഗ്ലാസുകളെല്ലാം പൊട്ടി പല ഭാഗത്തേക്ക് തെറിച്ചു. ഒരു വാർത്ത നമ്മൾ പറഞ്ഞിടുന്നത് തന്നെ എന്തിനു വേണ്ടിയെന്നറിയാലോ? ആ വാർത്തയെക്കുറിച്ച് ഉള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് 7:30 മണിക്ക് തുറക്കുന്നതാണല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ ഓട്ടോക്കാരുടെയും മറ്റും വലിയ തിരക്കും ആവും. ഇന്ന് ഞായറാഴ്ച ആയതിന്റെ പേരിലാണ് വലിയ അപകടത്തിൽ നിന്ന് ഈ സ്ഥലത്ത് ഒരു കടയിലേ ഉള്ളൂ. ഒരു കടയിലേ ഉള്ളൂ അല്ലേ? അതങ്ങ് അവിടെയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്ത് നെടുവങ്കടയ്ക്ക് പോകുന്ന സ്ഥലം. ഇവിടെയൊക്കെ റിബൺ കെട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് കുപ്പിച്ചില്ലാണ് ഈ ഭാഗത്ത്. ഒപ്പം ഇതുപോലെ മറ്റനേകം 1-2 ഗ്യാസ് സിലിണ്ടറുകളുണ്ട്. സത്യത്തിൽ ഈ തീ പിടിക്കുന്ന സമയത്ത് ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ടേ ഇല്ല. ചേട്ടാ, ആ കത്തിയതിന് കാരണമായ ഗ്യാസ് സിലിണ്ടർ ഇതിലേതെങ്കിലും ഒന്നാണോ? ഗ്യാസ് ലീക്കായി കത്തിയല്ല. ലീക്കായ അതെ, പൊട്ടിയില്ല. അതേതാ? അത് ഏതാണ് അറിയില്ല. അതിന്റെ ആത്തുണ്ട് വെളിയുണ്ടോ അറിയാനൊക്കില്ല. ഗ്യാസ് സിലിണ്ടർ പൊട്ടണമെങ്കിൽ നന്നായിട്ട് തീ കത്തുന്ന ഒരു വാക്വം ഏരിയയിൽ സിലിണ്ടർ ഇരുന്നാൽ മാത്രമേ ഇത് അങ്ങനെയല്ല തലേ സമയം ലീക്കായി കിടന്നു. അതാ ഗ്ലാസാണ് കംപ്ലീറ്റ്. അതെ, അതിനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെന്റിലേഷൻ സൗകര്യം ഇല്ല. ശരിക്കും അതാണ് കാര്യം ചേട്ടാ. എന്നിട്ട് ഈ ഓട്ടോ നവാസ് മണക്കെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു കുഴപ്പമില്ല, വേണം കത്തിച്ചത്. അറിയില്ല എന്താണെന്നുള്ളത്. കത്തിച്ചു. ഇവിടെ ഇരിക്കുന്ന അറിയില്ലല്ലോ. അത് സ്റ്റാഫാണ്. ഒരാൾ നാട്ടുകാർ വരുന്നല്ലോ ഇവിടെ.
നാത്തൂനോ അങ്ങനെ എന്താ? പക്ഷെ വീട് നമുക്ക് അറിയില്ലല്ലോ എവിടെയാണ്. വീട് പാലോടിനെ അറിയാം, നമ്മൾ ബാക്കിയൊന്നും അറിയത്തില്ല. പാലോട് പോയി നോക്കാം. നമ്മുടെ ഇവിടെ കുടുംബത്തിലെല്ലാം അവിടെ ഉണ്ട്. മെഡിക്കൽ കോളേജിലുണ്ട്. എല്ലാവരും ഉണ്ടല്ലേ അവിടെ? എല്ലാവരും ഉണ്ട്. മറ്റേ അവിടുന്ന് കിംസിൽ കൊണ്ടുപോകും. സാധാരണ നിങ്ങളൊക്കെ ചായ കുടിക്കാൻ ഇവിടെ തന്നെയാണോ വരുന്നത്? നമ്മൾ എളുപ്പം നോക്കി നമ്മൾ ഏറെക്കുറെ ഇവിടെ കയറുന്നതാണ്. ഓക്കെ ഓക്കെ. സാധാരണ വൃത്തിയാണ്. ശരിക്കും ആ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. നമ്മൾ അങ്ങനെ കേറിയില്ല ഇവിടെ. സാധാരണ നമ്മൾ ആ സമയത്ത് അല്ല നമ്മൾ വന്നത്, അല്ലെങ്കിൽ നമ്മൾ കയറാനുള്ളതാണ്. രാവിലെ ചായ കുടിക്കാൻ നമ്മൾ കയറുന്നതാണ്. നമ്മള് ജീവിക്കുന്ന ആളാ. ഒരു പാവം രാവിലെ വൈകുന്നേരം ഇവിടെ ഇരിക്കുന്നതാണ്. ഭർത്താവില്ല, മക്കള്. കിംസില് പോയ ആളാരോ? നവാസാക. അദ്ദേഹത്തിനാണ് കഴുത്തില് ഒരു ചെറിയൊരു ഇവിടുത്തെ ആട്ടോ ഓടുന്ന ആളാണ്. എല്ലാ ഓട്ടോക്കാരും ഇവിടെ തന്നെ ചായ കുടിക്കുന്നത്. ഈ സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിനും തീ പിടിച്ചിട്ടില്ല. ആ 3 പേർക്കല്ലാതെ ഒരു പൊട്ടിത്തെറി മാത്രം സംഭവിച്ചിരിക്കുന്നു. അത് സിലിണ്ടർ പൊട്ടിയിട്ടില്ല. സിലിണ്ടറിൽ ലീക്കായ ആ ഒരു എയർ വാക്വമിലേക്ക് സ്പാർക്ക് വന്നപ്പോൾ ഉണ്ടായ വൻ സ്ഫോടനമാണിത്. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. 3 കുടുംബങ്ങളാണ് ഇപ്പോൾ കണ്ണീരിലായിരിക്കുന്നതാണ് ഈ കടയുടെ ഉടമസ്ഥൻ. അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഹോട്ടൽ നടത്തുന്നത് വേറൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ നടത്തിപ്പുകാരൻ്റെ 2 സ്റ്റാഫുകളാണ് ഇന്ന് പുലർച്ചെ രാവിലെ വന്ന് ആദ്യം എന്നത്തെയും പോലെ കട തുറന്നത്. അവർ 6 മണിക്ക് എത്തും. അങ്ങ് ദൂരെ പാലോട് നിന്നും വരുന്ന പാവങ്ങളായിട്ടുള്ള 2 സഹോദരിമാരാണ്. അത് ഏത് രീതിയിൽ ഒരു അശ്രദ്ധ കൊണ്ടാണോ അല്ലാതെയോ എങ്ങനെയോ ഒരു വലിയ അബദ്ധം പറ്റിയിരിക്കുന്നു. അത് 80% ദേഹത്ത് പൊള്ളലുണ്ടാവാൻ കാരണമായ ഒരു സ്ഫോടനമാണിത്. ആ റോഡിൻ്റെ ഇപ്പുറത്ത് സൈഡിലേക്ക് ആ ഗ്ലാസ്സുകളെല്ലാം പൊട്ടിച്ചെതറിയിരിക്കുകയാണ്. വലിയ വലിയ ഷെല്ലുകൾ പോലെ ചീളുകളായിട്ടാണ്. ഈ ഭാഗത്തൊക്കെ ആ സമയത്ത് ആൾക്കാരില്ലാതിരുന്നത് മഹാഭാഗ്യം. അല്ലെങ്കിൽ എപ്പോഴും തിരക്കാണ്. സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം. എന്തായാലും എല്ലാം എപ്പോഴും ശ്രദ്ധിക്കണം.